പ്രവാസ ലോകത്തെ വാർത്തകൾ. ഷാർജ റിയൽ എസ്റ്റേറ്റ് മേഖല കുതിക്കുന്നു. കഴിഞ്ഞ വർഷം നടന്നത് കോടിക്കണക്കിന് ദിർഹത്തിന്റെ റെക്കോർഡ് വ്യാപാരം. ഷാർജയിൽ റിയൽ എസ്റ്റേറ്റ് വ്യാപാരത്തിൽ വൻ കുതിപ്പ്. കഴിഞ്ഞ വർഷം 6560 കോടി ദിർഹത്തിന്റെയും 2024 4000 കോടി ദിർഹത്തിന്റെയും വ്യാപാരമാണ് നടന്നത്. 2014 അപേക്ഷിച്ച് 2025 64.3% വർധനയാണ് രേഖപ്പെടുത്തിയത്. ശക്തമായ നിയമ സംവിധാനം, പുതിയ ഫ്രീ ഹോൾ പദ്ധതികളുടെ വർധന, ആകർഷകമായ വാടക നിരക്കുകൾ എന്നിവയാണ് റെക്കോർഡ് വളർച്ചയ്ക്ക് പിന്നിൽ. സ്മാർട്ട് സേവനങ്ങളിലൂടെ ഇടപാടുകൾ എളുപ്പമാക്കിയതും നിക്ഷേപകരെ ആകർഷിച്ചു. വായ്പാ ഇടപാടുകളുടെ മൂല്യം 1550 കോടിയായി ഉയർന്നു. 129 രാജ്യങ്ങളിൽ നിന്നുള്ള നിക്ഷേപകർ ഷാർജയിലെ റിയൽ എസ്റ്റേറ്റ് വിപണിയിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. സ്വദേശികളാണ് ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടികളിൽ നിക്ഷേപം നടത്തിയത്. 3380 കോടി ദിർഹമാണ് സ്വദേശികളുടെ നിക്ഷേപം. 41,066 പ്രോപ്പർട്ടികളിലാണ് സ്വദേശികൾ നിക്ഷേപിച്ചത്. GCC രാജ്യക്കാർ 340 കോടി ദിർഹവും അറബ് രാജ്യക്കാർ 980 കോടി ദിർഹവും മറ്റു വിദേശികൾ 1850 കോടി ദിർഹവുമാണ് പ്രോപ്പർട്ടികളിൽ നിക്ഷേപിച്ചത്. മലയാളികൾക്കും ഷാർജ റിയൽ എസ്റ്റേറ്റിനോട് പ്രത്യേക താല്പര്യമുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇത്തിഹാദ് പാസഞ്ചർ ട്രെയിൻ റൂട്ടുകൾ പ്രഖ്യാപിച്ചു. 50 മിനിറ്റ് കൊണ്ട് അബുദാബിയിൽ നിന്ന് ദുബായിലെത്താം. UAE ഗതാഗത രംഗത്ത് പുതുചരിത്രം കുറിക്കാൻ ഇത്തിഹാദ് റെയിൽ. അബുദാബിയിൽ നിന്ന് ദുബായ് വഴി ഫുജൈറയിലേക്കാണ് ആദ്യ യാത്ര. അബുദാബിയിൽ നിന്ന് 50 മിനിറ്റ് കൊണ്ട് ദുബായിലും 100 മിനിറ്റ് കൊണ്ട് ഫുജൈറയിലും എത്താം. UAEയിലെ പ്രധാന നഗരങ്ങളെ അതിവേഗം ബന്ധിപ്പിക്കാനും യാത്ര എളുപ്പമാക്കാനും പാസഞ്ചർ റെയിൽ സഹായിക്കും. വിവിധ എമിറേറ്റുകൾ തമ്മിലുള്ള വാണിജ്യ, വ്യാപാര, വിനോദസഞ്ചാര ബന്ധങ്ങൾ ശക്തിപ്പെടുന്നതോടെ വികസനത്തിനും വേഗം കൂടും. ടിക്കറ്റ് നിരക്കുകൾ, സർവീസ് ആരംഭിക്കുന്ന തീയതി എന്നിവ സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പുകൾ ഉടനുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. വിശാലമായ സീറ്റുകൾ, ചാർജിംഗ് പോയിന്റുകൾ, വൈഫൈ സൗകര്യം, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റങ്ങൾ, പ്രാർത്ഥനാ മുറികൾ എന്നിവ ട്രെയിനിനുള്ളിൽ ലഭ്യമാകും. മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗത്തിലാണ് ട്രെയിൻ സഞ്ചരിക്കുക. ഒരു ട്രെയിനിൽ 400 പേർക്ക് യാത്ര ചെയ്യാം. അബുദാബി മുഹമ്മദ് ബിൻ സായിദ് സിറ്റി, ദുബായ് ജുമൈറ ഗോൾഫ് എസ്റ്റേറ്റ്, ഫുജൈറ സഖം എന്നീ സ്റ്റേഷനുകളാണ് ആദ്യ റൂട്ടിൽ പ്രവർത്തന സജ്ജമാകുക. യാത്രക്കാരുടെ എണ്ണവും ആവശ്യവും കൂടുന്നതനുസരിച്ച് സ്റ്റേഷനുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും. വർഷത്തിൽ 1 കോടി യാത്രക്കാരെയാണ് ലക്ഷ്യമിടുന്നത്. 2009 നിർമ്മാണം ആരംഭിച്ച ഇത്തിഹാദ് റെയിലിൽ 2023 ചരക്ക് ഗതാഗതം ആരംഭിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തൊഴിലിടങ്ങളിലെ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിന് ബഹ്റൈനിൽ കർശന തൊഴിൽ പരിശോധനകൾ നടക്കുന്നു. നിയമലംഘകർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അറിയിച്ചു. ബഹ്റൈനിൽ ഒരാഴ്ചക്കിടെ 850 തൊഴിൽ പരിശോധന നടത്തി. മുൻ പരിശോധനയിൽ നിയമലംഘനങ്ങളുടെ പേരിൽ പിടികൂടിയ 150 പേരെ നാടുകടത്തിയതായി ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചു. പരിശോധനകൾ നിയമലംഘനം കണ്ടെത്തിയ 11 തൊഴിലാളികളെ പിടികൂടുകയും വിവിധ നിയമലംഘനങ്ങളുടെ പേരിൽ 150 പേരെ നാടുകടത്തുകയും ചെയ്തതായി ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചു. രാജ്യത്തെ തൊഴിൽ നിയമങ്ങളും റെസിഡൻസി നിയമങ്ങളും ലംഘിച്ച നിരവധി കേസുകൾ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. നിയമലംഘകർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ആഭ്യന്തര മന്ത്രാലയം, നാഷണാലിറ്റി, പാസ്പോർട്ട് ആൻഡ് റെസിഡൻസ് അഫയേഴ്സ്, വിവിധ പോലീസ് ഡയറക്ടറേറ്റുകൾ, വ്യവസായ വാണിജ്യ മന്ത്രാലയം, സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷൻ, ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി എന്നിവർ സംയുക്തമായാണ് പരിശോധനകളിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.